Hi students, welcome to the lecture. Today we will be dealing with endogenous growth theory, models and policy implications, and this is a requested video. So if you have any recommendations or requests regarding any lectures to be taken, please kindly comment in the comment section. So according to the time I will be doing that. So without much delay, let's move on to the topic. Endogenous growth തിയറി എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സോളോസ്വാൻ നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡലിൻ്റെ അകത്തുണ്ടായിട്ടുള്ള ഒമിഷൻസും ഡെഫിഷ്യൻസീസും തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു കണ്ടുപിടുത്തം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഈ ഒരു തിയറി അതായത് എന്താണ്, ഇറ്റ് ഇസ് എ ന്യൂ തിയറി വിച്ച് എക്സ്പ്ലെയിൻസ് ദ ലോങ് റൺ ഗ്രോത്ത് റേറ്റ് ഓഫ് എൻ എക്കോണമി ഓൺ ദ ബേസിസ് ഓഫ് എൻഡോജീനിയസ് ഫാക്ടേഴ്സ്. എൻഡോജീനിയസ് ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് എക്കോണമിയുടെ ലോങ് റൺ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറിയിൽ പറയുന്നത്. എൻഡോജീനിയസ് ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് എക്കോണമിയുടെ ലോങ് റൺ ഗ്രോത്ത് റേറ്റ് എന്താണെന്ന്, വിച്ച് ഇസ് എഗൈൻസ്റ്റ് ദ എക്സോജീനിയസ് ഫാക്ടേഴ്സ് ഓഫ് നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറി. അതായത് ഈ സോളോസ്വാൻ നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡലിൽ യൂസ് ചെയ്തിരിക്കുന്നത് എക്സോജീനിയസ് ഫാക്ടേഴ്സ് ആണ്. സോ ഈ അതിന് ഉണ്ടായിരിക്കുന്ന ഡെഫിഷ്യൻസീസിന് തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുണ്ടായിരിക്കുന്ന പ്രോബ്ലത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ പ്രോബ്ലം ഒന്നും ഇല്ലാതെ പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്, എൻഡോജീനിയസ് ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു എക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അത് മാത്രമല്ല നമ്മൾ മറ്റൊരു കാര്യം അറിയേണ്ടത് എൻഡോജീനിയസ് ഫാക്ടേഴ്സ് എന്താണെന്നും എക്സോജീനിയസ് ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. സോ എന്താണ് എൻഡോജീനിയസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്? എൻഡോജീനിയസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദ ഫാക്ടേഴ്സ് ഓർ ഇന്റേണൽ ഫാക്ടേഴ്സ് ഫ്രം വിത്തിൻ. അതായത് എൻഡോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻസൈഡ് ആണ്. സോ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് എൻഡോജീനിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എക്സോജീനിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് എന്നെന്ന് പറഞ്ഞിരിക്കുന്നത് എക്സോജീനിയസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് സോളോസ്വാൻ നിയോ ക്ലാസിക്കൽ മോഡൽ യൂസ് ചെയ്തിരിക്കുന്നത്. എൻഡോജീനിയസ് ഫാക്ടേഴ്സ് ആണ് എൻഡോജീനിയസ് ഗ്രോത്ത് മോഡലിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ആൻ ഇൻസൈഡ് ഫാക്ടേഴ്സ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ സോളോസ്വാൻ നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ എക്സ്പ്ലെയിൻസ് the long run growth rate of an output based on two exogenous variables. അതായത് സോളോസ്വാൻ ഗ്രോത്ത് തിയറി ഉപയോഗിച്ചിരിക്കുന്നത് എക്സോജീനിയസ് വേരിയബിൾസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട്? രണ്ട് എക്സോജീനിയസ് വേരിയബിൾസ് ആണ് ഈ സോളോസ്വാൻ നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് ഓൾസോ രണ്ടാമത്തേത് റേറ്റ് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ഒന്നാമത്തേത് എന്താണ്? റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. രണ്ടാമത്തേത് റേറ്റ് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ആൻഡ് ഇതെല്ലാം സേവിംഗ് റേറ്റിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ as the long run growth rate depended on exogenous factors, the neoclassical theory had few policy implications. അതായത് ലോങ് റൺ ഗ്രോത്ത് റേറ്റ് തിയറി അല്ലെങ്കിൽ ലോങ് റൺ ഗ്രോത്ത് റേറ്റ് ഓഫ് എൻ എക്കോണമി എക്സോജീനിയസ് ഫാക്ടേഴ്സിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നിയോ ക്ലാസിക്കൽ തിയറിയിൽ വളരെ കുറവ് പോളിസി ഇംപ്ലിക്കേഷൻസ് മാത്രമാണ് ഉണ്ടാവുക. So, as pointed out by Romer, in models with exogenous technical change and exogenous population growth, റോമർ പറയുന്നു എക്സോജീനിയസ് ആയിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചും അതേപോലെ എക്സോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്തും ഉള്ള മോഡൽസിൽ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും മാറ്റർ ചെയ്ത ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ അതിൽ ഒട്ടും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് റോമർ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ ഈ പുതിയ ഗ്രോത്ത് തിയറി, അതായത് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി എന്ന് പറഞ്ഞിരിക്കുന്നത് നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറിനെ ജസ്റ്റ് ക്രിട്ടിസൈസ് ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്, മറിച്ച് അതിൽ എൻഡോജീനിയസ് ടെക്നിക്കൽ പ്രോഗ്രസ് ഉപയോഗിച്ചിട്ട് ഫർദർ എക്സ്പാൻഷൻ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറി ഓഫ് സോളോസ്വാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? അവർ എക്സോജീനിയസ് ഫാക്ടേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോങ് റണ്ണിൽ എക്സോജീനിയസ് ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോളിസി ഇംപ്ലിക്കേഷൻസ് വളരെ കുറവായിരിക്കും. സോ ഇൻ ഓർഡർ ടു എക്സ്പാൻഡ് എവറിത്തിങ് ഈ നിയോ ക്ലാസിക്കൽ തിയറിയിലോട്ടേക്ക് ടെക്നിക്കൽ പ്രോഗ്രസ് ഗ്രോത്ത് മോഡൽസിലോട്ടേക്ക് അഡോപ്റ്റ് ചെയ്തു. എന്തിന്റെ ടെക്നിക്കൽ പ്രോഗ്രസ് ആണ്? എൻഡോജീനിയസ് ഫാക്ടേഴ്സിന്റെ ടെക്നിക്കൽ പ്രോഗ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറിനെ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ the endogenous growth models have been developed by Arrow,
റോമർ ആൻഡ് ലൂക്കസ്. അതായത് പ്രധാനമായിട്ടും ഈ എൻഡോജീനസ് ഗ്രോത്ത് മോഡൽസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? ആരോ, റോമർ, അതുപോലെ തന്നെ ലൂക്കസ്. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സും ക്രിറ്റിസിസംസും പോളിസി ഇംപ്ലിക്കേഷൻസുമാണ് ലെക്ചേഴ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയി വിശ്വസിക്കാൻ അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ബിക്കോസ് എൻഡോജീനസ് ഗ്രോത്ത് തിയറി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമുക്ക് എളുപ്പമാണല്ലേ, കുറെ മനസ്സിലായിരുന്നില്ലേ? അപ്പോൾ ഒരുപാട് ഞാൻ ഡിലേ ആക്കുന്നില്ല, നമുക്ക് നേരെ ഇതിലോട്ടേക്ക് പോവാം. സോ എൻഡോജീനസ് ഗ്രോത്ത് മോഡൽസിന്റെ അസംഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എൻഡോജീനസ് ഗ്രോത്ത് മോഡൽസ് ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്തിരിക്കുന്നത് എന്തിലൊക്കെയാണ്? ടെക്നിക്കൽ പ്രോഗ്രസ് റിസൾട്ടിങ് ഫ്രം റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് റേറ്റിന് നിന്ന് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അതിന് റിസൾട്ട് ആയിട്ടുണ്ടായിരിക്കുന്ന ടെക്നിക്കൽ പ്രോഗ്രസിനെയും അതേപോലെ തന്നെ എന്തിനെയാണ്? സൈസ് ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കിനെയും പിന്നീട് സ്റ്റോക്ക് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റലിനെയുമാണ് എൻഡോജീനസ് ഗ്രോത്ത് മോഡൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എൻഡോജീനസ് ഗ്രോത്ത് മോഡൽ പ്രധാനമായിട്ടും എംഫസൈസ് ചെയ്തിരിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫലമായിട്ട് ഉണ്ടായിരിക്കുന്ന ടെക്നിക്കൽ പ്രോഗ്രസ്, രണ്ടാമത്തേത് ക്യാപിറ്റൽ സ്റ്റോക്കിന്റെ സൈസ്, മൂന്നാമത്തേത് ഹ്യൂമൻ ക്യാപിറ്റലിന്റെ സ്റ്റോക്ക്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അസംഷൻസ് ആണ്. സോ there are few many markets in many firms in the market. ഒന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാർക്കറ്റിൽ ഒരുപാട് ഫേംസ് ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ അസംഷൻസ്. രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നോളജ് ഓർ ടെക്നോളജിക്കൽ അഡ്വാൻസ് ഈസ് എ നോൺ റൈവൽ ഗുഡ്. അതായത് നോളജ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നോൺ റൈവൽ ഗുഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നോൺ റൈവൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഈ പബ്ലിക് ഫിനാൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് റൈവൽ ഗുഡ്സും നോൺ റൈവൽ ഗുഡ്സും അല്ലെ. അപ്പൊ എന്താണ് റൈവൽ ഗുഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇപ്പം ഒരു വ്യക്തി ഒരു ഗുഡ് കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൈമൾട്ടേനിയസ് ടൈമിൽ മറ്റൊരാൾക്കും ആ ഗുഡ് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുന്നതാണ് റൈവൽ ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയാണ് ക്ലോത്ത്സ്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്ത്സ് അറ്റ് എ ടൈം എനിക്ക് മാത്രമാണ് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റൊരു വ്യക്തിക്ക് ആ സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. സോ അതാണ് റൈവൽറി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേസമയം നോൺ റൈവൽ ഗുഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കേബിളൊക്കെ, നമ്മുടെ കേബിൾ TV ഒക്കെ ഉണ്ടല്ലോ. സോ ആ ഒരു കണക്ഷൻ, അതായത് ഇപ്പൊ ഞാൻ ഇവിടെ TV വെച്ചിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ മറ്റൊരാൾ വേറൊരിടത്ത് TV വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? സെയിം ആയിട്ട് സൈമൾട്ടേനിയസ് ടൈമിൽ അയാൾക്കത് കാണാനായിട്ട് സാധിക്കും. സോ അത് നോൺ റൈവൽ ഗുഡ് ആണ്. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോളജും അതേപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസും എന്താണ്? നോൺ റൈവൽ ഗുഡ് ആണ്. സൈമൾട്ടേനിയസ്ലി അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഇനി നമ്മളുടെ മൂന്നാമത്തെ അസംഷൻ എന്താണെന്ന് നോക്കാം. There are increasing returns to scale to all factors taken together and constant returns to scale to a single factor at least for one. അതായത് ഇപ്പൊ നമ്മൾ എല്ലാ ഫാക്ടേഴ്സും ഒരുമിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. അതേസമയം സിംഗിൾ ഫാക്ടർ ആണ് എടുക്കുന്നതെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസും ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ വരുന്നത് എല്ലാ ഫാക്ടേഴ്സും ഒരുമിച്ച് എടുക്കുമ്പോഴായിരിക്കും. അതേസമയം ഒരു ഫാക്ടർ ആയിട്ട് എടുക്കുന്നതെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ആയിരിക്കും വരുന്നത്. അതാണ് മൂന്നാമത്തെ അസംഷൻ പറയുന്നത്. ഇനി നാലാമത്തെ അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസസ് കംസ് ഫ്രം തിങ്സ് പീപ്പിൾ ഡു. ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വഴിയാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ് വരുന്നത് എന്നാണ് ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതായത് ടെക്നോളജിക്കൽ അഡ്വാൻസ് ഈസ് ബേസ്ഡ് ഓൺ ദ ക്രിയേഷൻ ഓഫ് ന്യൂ ഐഡിയാസ്. അതായത് പുതിയ പുതിയ ഐഡിയാസ് വരുന്നത് വഴിയാണ് ടെക്നോളജിക്കലി നമ്മൾ അഡ്വാൻസ്ഡ് ആകുന്നത് എന്നാണ് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ many individuals and firms have market power and earn profits from their discoveries. ഒരുപാട് ഇൻഡിവിജ്വൽസ് അതുപോലെ ഫേംസിനൊക്കെ മാർക്കറ്റ് പവർ ഉണ്ട്, അതുപോലെ തന്നെ അവർ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അവർ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്? അവർ തന്നെ ഓരോ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യും. ആ ഡിസ്കവർ ചെയ്തിരിക്കുന്നത് അവർ മാർക്കറ്റിൽ വിൽക്കുകയാണ്. സോ വാട്ട് മാർക്കറ്റ് പവറും ഉണ്ട്, അതേപോലെ തന്നെ അവർക്ക് എന്താണ് പ്രോഫിറ്റ്സ് ലഭിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ദിസ് അസംഷൻ അറൈസസ് ഫ്രം ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഇൻ പ്രൊഡക്ഷൻ ദാറ്റ് ലീഡ്സ് ടു ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സോ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നത്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ കാണാനായിട്ട് സാധിക്കും. അതേസമയം ഇത് എന്തിലോട്ടേക്ക് വഴിതെളിക്കും? ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാക്കാനായിട്ട് വഴിതെളിക്കും. ഓക്കെ, then as a matter of fact there are requirements of an endogenous growth theory. Given these assumptions നമുക്ക് മെയിൻ ആയിട്ട് 3 മോഡൽസ് ആണ് എൻഡോജീനിയസ് ഗ്രോത്തിന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. സോ അസംഷൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഒന്നും കൂടി പറയാം. എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽ പ്രധാനമായിട്ടും എംഫസൈസ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തേത്
റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വഴി ഉണ്ടാകുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രോഗ്രസ്, രണ്ടാമത്തേത് ക്യാപിറ്റൽ സ്റ്റോക്കിന്റെ സൈസ്, മൂന്നാമത്തേത് ഹ്യൂമൻ ക്യാപിറ്റലിന്റെ സ്റ്റോക്ക്. അസംഷൻസ് വരുന്നത് മാർക്കറ്റിൽ ഒരുപാട് ഫേംസ് ഉണ്ടായിരിക്കും, നോളജും ടെക്നോളജിക്കൽ അഡ്വാൻസ് നോൺ ഡ്രൈവൽ ഗുഡ് ആയിരിക്കും, അതുപോലെ എല്ലാ ഫാക്ടേഴ്സും ഒരുമിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. ഒറ്റ ഫാക്ടർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ജനങ്ങളിൽ നിന്നാണ് വരുന്നത്, അവർ ഓരോ ഐഡിയാസ് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് പുതിയ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഫേംസും അവർക്ക് മാർക്കറ്റ് പവറും പ്രോഫിറ്റും ഏൺ ചെയ്യുന്നത് അവരുടെ ഡിസ്കവറീസ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അസംഷൻസ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലോട്ടേക്ക് മൂവ് ചെയ്യാണ്. ആരോ മോഡൽ, 3 മോഡൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേതാണ് ആരോ മോഡൽ. ആരോ വാസ് ദ ഫസ്റ്റ് എക്കണോമിസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവരുന്നത് ആരോ ആണ്. ഓക്കെ, പഠിച്ചുകൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് അറിവ് നേടിക്കൊണ്ട് ചെയ്യുക, അതാണ് ലേണിംഗ് ബൈ ഡൂയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 1962 ബൈ റിഗാർഡിങ് ഇറ്റ് ആസ് എൻഡോജീനിയസ് ഇൻ ഗ്രോത്ത് പ്രോസസ്. ഗ്രോത്ത് പ്രോസസ്സിൽ എൻഡോജീനിയസ് ആയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഹിസ് ഹൈപ്പോതെസിസ് വാസ് ദാറ്റ് എനി മൊമെന്റ് ഓഫ് ടൈം ന്യൂ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻകോർപ്പറേറ്റ് ഓൾ ദി നോളജ് then available based on accumulated experience, but once built, the productive deficiencies cannot be changed by subsequent learning. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള നോളജ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് പുതിയ ക്യാപിറ്റൽ ഗുഡ്സിനെ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, നമ്മുടെ നോളജും നമ്മുടെ എക്സ്പീരിയൻസും വെച്ചിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ ഉണ്ടാക്കുകയാണ്. പക്ഷേ വൺസ് ബിൽഡ് the productive deficiencies cannot be changed by subsequent learning. അതായത് നമ്മൾ ഒരു തവണ അത് ഉണ്ടാക്കി കഴിഞ്ഞു, ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സബ്സിക്വന്റ് ലേണിംഗ് യൂസ് ചെയ്തിട്ട് ഒരിക്കലും അതിനകത്ത് ഉണ്ടായ പാകപ്പിഴകളെ നമുക്ക് ഒരിക്കലും എന്താണ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. മനസ്സിലായോ? അതായത് നമ്മൾ പഠിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. സോ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ പഠിച്ചുകൊണ്ട് ചെയ്തതിൽ ഒരുപാട് ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും അല്ലേ? സോ ആ ഒരു ഡെഫിഷ്യൻസീസിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും പഠിച്ചുകൊണ്ട് അടുത്ത മോഡൽ ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ അടുത്ത ക്യാപിറ്റൽ ഗുഡ് ക്രിയേറ്റ് ചെയ്യും. സോ വൺസ് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് പിന്നീട് പുറകോട്ട് പോയിട്ട് ആ ഉണ്ടായ ഡെഫിഷ്യൻസീസ് മാറ്റാനായിട്ട് പറ്റില്ല. അതാണ് ആരോ മോഡലിൻ്റെ അകത്ത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദെൻ ആരോ മോഡൽ in a simplified form can be written as yi is equal to a of k and f of ki and li. അതായത് ഇവിടെ yi കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഓഫ് ദ ഫേം ഐ. ഫേം ഐയുടെ ഔട്ട്പുട്ട് ആണ് yi കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ki എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഫേമിന്റെ ക്യാപിറ്റലിനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. yi കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഔട്ട്പുട്ട്, ki എന്ന് കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ആ ഫേമിന്റെ ക്യാപിറ്റൽ സ്റ്റോക്കിനെയും ആയിരിക്കും. ഓക്കെ, ദെൻ li എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഫേമിന്റെ ലേബറിനെ ആയിരിക്കും കാണിക്കുന്നത്, ലേബർ സ്റ്റോക്കിനെ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, k വിത്തൗട്ട് സബ്സ്ക്രിപ്റ്റ് ഡിനോട്ട്സ് ദ അഗ്രിഗേറ്റഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. കെ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് സബ്സ്ക്രിപ്റ്റ് ഇല്ലാത്ത കെ എന്ന് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ക്യാപിറ്റൽ, അതായത് ടോട്ടൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ അവൈലബിൾ ആണ് കെ വിത്തൗട്ട് സബ്സ്ക്രിപ്റ്റ് കാണിക്കുന്നത്. അതുപോലെ എ എന്ന് പറഞ്ഞിരിക്കുന്നത് ടെക്നോളജി ഫാക്ടറും ആണ്. ഹി ഷോ ദാറ്റ് ഇഫ് ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഈസ് ഹെൽഡ് കോൺസ്റ്റന്റ്, സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ growth ultimately comes to halt because socially very little is invested and produced. അതായത് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് ഓഫ് ലേബർ എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വേഗം തന്നെ ഹോൾട്ട് ആകും അല്ലെങ്കിൽ സ്റ്റോപ്പ് ആകും എന്നുള്ളതാണ്. കാരണം എന്താണ്? സോഷ്യലി നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ എന്താണ്? ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് പതുക്കെ പതുക്കെ വന്ന് സ്റ്റോപ്പ് ആയി പോകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, therefore ആരോ ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ദാറ്റ് ഹിസ് മോഡൽ കുഡ് ലീഡ് ടു സസ്റ്റെയിൻഡ് എൻഡോജീനിയസ് ഗ്രോത്ത്. അതായത് എപ്പോഴും എല്ലാ കാലത്തേക്കും എൻഡോജീനിയസ് ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റുമെന്ന് ആരോ ഇതുവഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി പറയാം. ഇതിൽ ആരോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? yi is equal to yi എന്ന് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ഫേം ഐ ആണ്. എ എന്ന് പറഞ്ഞിരിക്കുന്നത് ടെക്നോളജി ആണ്. കെ എന്ന് പറഞ്ഞിരിക്കുന്നത് അഗ്രിഗേറ്റ് ക്യാപിറ്റൽ ആണ്. എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫേം ആയിരിക്കണം. ആൻഡ്
KI എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടോട്ടൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫേം I, ആൻഡ് ഓൾസോ LI എന്ന് പറഞ്ഞിരിക്കുന്നത് ലേബർ സ്റ്റോക്ക് ആണ്. ഓക്കെ, ആൻഡ് ഇതിൽ നമുക്ക് എന്താണ് ലേബർ എന്ന് പറഞ്ഞിരിക്കുന്നത്, സ്റ്റോക്ക് ഓഫ് ലേബർ എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് പതിയെ പതിയെ വന്ന് ഇല്ലാതെയായി പോകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും അതുവഴി സാധിക്കത്തുള്ളൂ. ഹെൻസ് ആരോ ഒരു സസ്റ്റൈനബിൾ എൻഡോജീനിയസ് ഗ്രോത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഓക്കെ, ദെൻ റോമർ മോഡൽ, അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. ഐ തിങ്ക് ഇപ്പോൾ തന്നെ 15 മിനിറ്റോളം കഴിഞ്ഞു. സോ ആരോ മോഡൽ വരെ നമുക്ക് ഈ ഒരു ലെക്ചറിൽ നിർത്താം. നെക്സ്റ്റ് നമ്മൾ റോമർ മോഡൽ നോക്കാം. താങ്ക് യു സോ മച്ച്. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.